ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഷേർലിനാണെങ്കിലും പാർട്ടിയിലേക്ക് വരുന്നു. പൃഥ്വി അപ്പോൾ വഴക്ക് പറയുകയാണ്. നിന്നോട് കാറിലിരിക്കാനല്ലേ പറഞ്ഞത്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇവിടെ വെച്ച് എല്ലാവരും നമ്മളെ കാണുമെന്നൊക്കെ പറയുകയാണ്. ഷേർലിൻ അപ്പോൾ പറയണം, നീ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യും, അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ വന്നതെന്ന്. പൃഥ്വി അപ്പോൾ സമ്മതിക്കുന്നില്ല. വഴക്ക് പറഞ്ഞിട്ട് ഷേർലിനെ തിരിച്ചു വിടുകയാണ്. ഷേർലിൻ അപ്പോൾ പറയാണ്, എന്തെങ്കിലും പ്രശ്നത്തിൽ ചാടിയ പിന്നെ എന്നെ വിളിച്ചേക്കരുതെന്ന്. നിഷയാണെങ്കിൽ പൃഥ്വിയെ കൂട്ടിയിട്ട് പോയിട്ട് പ്രീതയും കിരണിനെയും കാണിച്ചു കൊടുക്കുകയാണ്. പാർട്ടിയിൽ ഒരു പാട്ട് കേൾക്കുന്നു. അത് കേട്ടിട്ട് പ്രീത പറയാണ്, എനിക്കിഷ്ടമുള്ള പാട്ടാണെന്ന്. കിരൺ അപ്പോൾ പറയാണ്, എങ്കിൽ നമുക്ക് ഡാൻസ് കളിക്കാം, നാളെ ഇനിയും കാണുമോ എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയാണ്. അതേസമയം രാധിക ആൻറ്റി ആണെങ്കിൽ സർലെ ഫോൺ ചെയ്യുന്നു. സർലെ ആണെങ്കിൽ ഫോൺ എടുത്തപ്പോൾ തന്നെ പറയുകയാണ്, പ്രീത അങ്ങോട്ട് വരാൻ വേണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിടത്തില്ല. അത് മാത്രമല്ല, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഡൗട്ടാണെങ്കിൽ ഡോക്ടറിനോട് പ്രീതയോട് സംസാരിക്കാൻ പറഞ്ഞാൽ മതി, അല്ലാതെ ഞാൻ ഇനിയും അങ്ങോട്ട് അവളെ വിടുകയില്ലെന്ന് പറയുന്നു. രാധിക അപ്പോൾ പറയാണ്, പ്രീത ഞാൻ എൻ്റെ മകളെ പോലെയാണ് കണ്ടത്, എൻ്റെ മകൾ ഇനിയും അപമാനിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതെന്ന് സൂചിപ്പിക്കുന്നു. എൻ്റെ മകളെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ ഫോൺ ചെയ്തതെന്നൊക്കെ പറയുകയാണ്. രാധിക പറയാണ്, നിങ്ങളിവിടെ അപമാനിക്കപ്പെട്ടു, അത് തടയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, അതിന് ഞാൻ ഒരുപാട് സോറി പറയുന്നു എന്ന് പറയുകയാണ്. സർലെ ആണെങ്കിൽ, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളാണെങ്കിൽ എൻ്റെ മകളെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്, എന്നോട് സോറി പറയണ്ടെന്നൊക്കെ പറയുന്നു. രാധിക ആൻറ്റി ആണെങ്കിൽ വീണ്ടും വീണ്ടും സോറി പറയുന്നു. അത് കേട്ടിട്ടാണെങ്കിൽ കവിത ആൻറ്റി വന്ന് ഫോൺ പിടിച്ചു വാങ്ങുന്നു. കിരണാണെങ്കിൽ സ്റ്റേജിൽ ചെന്നിട്ട് ആ പാട്ട് വീണ്ടും പ്ലേ ചെയ്യാൻ പറയുകയാണ്. കിരണാണെങ്കിൽ പ്രീതയോട് പറയാണ്, നിന്നെ ഞാൻ പ്രപ്പോസൽ ചെയ്യാൻ പോവുകയാണെന്ന്. പ്രീത അപ്പോൾ അതിശയത്തോടെ നോക്കുകയാണ്. കിരൺ അപ്പോൾ പറയാണ്, സുന്ദരിയായ ഒരു പെണ്ണിനെ ഡാൻസ് കളിക്കാൻ വേണ്ടി പ്രപ്പോസൽ ചെയ്യാൻ പോവുകയാണെന്ന്. കിരണാണെങ്കിൽ മുട്ടുകാൽ വെച്ച് ഇരുന്നിട്ട് കൈ നീട്ടിയാണെങ്കിൽ പ്രീതയോട് ചോദിക്കുകയാണ്, സുന്ദരി നീ എൻ്റെ കൂടെ ഡാൻസ് കളിക്കുമോ എന്ന്. പൃഥ്വി ആണെങ്കിൽ ഇത് കാണുന്നുണ്ട്. പൃഥ്വി സ്വയം പറയാണ്, നിനക്ക് എന്തിനാണ് ഈ കിരൺ, ഞാനില്ലേ നിനക്ക് ഫ്രണ്ടായിട്ടും ലവറായിട്ടും ഹസ്ബൻഡായിട്ടും, പിന്നെ നീ എന്തിനാണ് ഈ കിരണിൻ്റെ കൂടെ നടക്കുന്നതെന്നൊക്കെ. അതേസമയം സമീർ ആണെങ്കിൽ ഡാൻസ് കളിക്കാൻ പറയുന്നു. എല്ലാവരും അപ്പോൾ ചുറ്റും നിന്ന് കൈ കൊട്ടുകയാണ്. പൃഥ്വിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. പൃഥ്വി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെ രണ്ടുപേരെ ഇന്ന് തന്നെ പിരിക്കണമെന്ന്. ഗീതയാണെങ്കിൽ കൈ കൊടുക്കുകയാണ് കിരണിന്. എല്ലാവരും അത് കണ്ടിട്ട് കൈ കൊട്ടുന്നു. പൃഥ്വിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പൃഥ്വിയാണെങ്കിൽ അവിടേക്ക് ചെല്ലുന്നു. പൃഥ്വിയാണെങ്കിൽ പ്രീതയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിന്റെ കൂടെ ഡാൻസ് കളിക്കാനുള്ള റൈറ്റ്സ് എനിക്ക് മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് കൈ നീട്ടുകയാണ്. പ്രീതയ്ക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ പൃഥ്വിയുടെ കൂടെ ഡാൻസ് കളിക്കുന്നു. ആണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ഷേർലിനാണെങ്കിലും ഇവർ രണ്ടുപേരും നൃത്തം ചെയ്യുന്നത് കാണുന്നു. അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പൃഥ്വിയാണെങ്കിൽ പ്രീതയോട് ഒരുപാട് ഇഴുകി ചേർന്ന് ഡാൻസ് കളിക്കുകയാണ്. പ്രീതയ്ക്കാണെങ്കിലും അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രീതയും പൃഥ്വിയും ആണെങ്കിൽ ഡാൻസ് കളിച്ചു കഴിയുമ്പോൾ കിരൺ വിചാരിക്കുന്നുണ്ട്, ഈ പൃഥ്വി വന്നേക്കുന്ന എന്തോ കാര്യത്തിന് വേണ്ടിയാണെന്ന്. ഷേർലിൻ വിചാരിക്കുന്നുണ്ട്, പൃഥ്വി എന്തിനാണ് ഈ പ്രീതയുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നത്, ഇത് ശരിയല്ലല്ലോ എന്ന്. ഈ സമയം നമ്പ്യാർ ഫാമിലിയിലാണെങ്കിൽ രാധികയാണെങ്കിൽ ഫോൺ എന്തിനാണ് പിടിച്ചു വാങ്ങിയതെന്ന് ചോദിച്ചിട്ട് കവിതയോട് വഴക്കുണ്ടാക്കുന്നു. രാധിക ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോ, പ്രീതയാണെങ്കിൽ പാവം പിടിച്ച പെണ്ണാണെന്നൊക്കെ പറയുകയാണ്. കവിത അപ്പോൾ പറയാണ്, ഈ ഫാമിലി ഞാൻ എൻ്റെ സ്വന്തം ഫാമിലിയെ പോലെയാണ് കാണുന്നത്, നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ എന്നൊക്കെ പറയുന്നു. രാധികയാണെങ്കിൽ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ സ്വന്തം വീട്ടിൽ അമ്മ വീട്ടിൽ പോയി നിന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. മഹേഷ് അത് കേട്ടുകൊണ്ട് വരുന്നു. മഹേഷ് ആണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇതയാണെങ്കിൽ കരയുകയാണ്. കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാനിവിടെ ഉള്ളവരെയെല്ലാം എൻ്റെ സ്വന്തം പോലെയാണ് കരുതിയിരിക്കുന്നത്, എൻ്റെ സ്വന്തം ഫാമിലിയാണെന്നൊക്കെ പറയുന്നു. സമീർ ആണെങ്കിൽ ഷേർലിനെ ഇടിക്കുന്നു. ഷേർലിൻ്റെ പേഴ്സ് എല്ലാം താഴെ വീഴുകയാണ്. അതെടുത്തുകൊണ്ട് സമീർ ആണെങ്കിൽ കൊടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഷേർലിൻ അവിടെ നിന്നും മാറുന്നു. ഷേർലിൻ ആണെങ്കിൽ പേടിയാകുന്നു, സമീർ തന്നെ കണ്ടുപിടിക്കുമോ എന്ന് കരുതിയിട്ട്. സൃഷ്ടിയാണെങ്കിൽ സമീറിനെ ഫോൺ ചെയ്യുന്നു. സമീറിനോട് പറയാണ്, നീ ലോകത്തുള്ള എല്ലാ കഥകളും എന്നോട് പറയാനാണെങ്കിൽ സംസാരിക്കേണ്ട, ഞാനാണെങ്കിൽ എൻ്റെ ഫീലിങ്സ് പറഞ്ഞിട്ട് നീ മൈൻഡ് പോലും ചെയ്തില്ല എന്ന് പറയുന്നു. നിന്നെയാണെങ്കിൽ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. സമീർ അത് കേൾക്കുമ്പോൾ സമീറും പറയാണ്, എനിക്കും അതേ ഫീലിംഗ് ആയിരുന്നു, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. സൃഷ്ടിക്കാണെങ്കിൽ സമീർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. സമീർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്നും പേഴ്സ് താഴെ വീഴുന്നു. ഷേർലിൻ അത് കാണുന്നു. ഷേർലിനാണെങ്കിൽ ഒരാളെ പറഞ്ഞു വിട്ടിട്ട് അത് വാങ്ങിയിട്ട് വരാൻ പറയുന്നു. അയാളാണെങ്കിൽ സമീറിനോട് പറയുന്നു, എൻ്റെ മേഡത്തിൻ്റെ പേഴ്സാണ്, അതിങ്ങി തന്നേക്കാൻ. അങ്ങനെ സമീർ അതെടുത്തു കൊടുക്കുകയാണ്.
സമീർ ആണെങ്കിൽ സൃഷ്ടിയോട് പറയുകയാണ്, ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആണ്, ഇന്നത്തെ ദിവസം ശരിയല്ല. ഇന്നാണെങ്കിൽ പ്രീതിയും ഇവിടെ വന്നിരുന്നു, പ്രീതയുടെ കൂടെ ഡാൻസ് ചെയ്തെന്നൊക്കെ പറയുന്നു. വീണ്ടും പ്രീതയും കിരണും പാർട്ടിയിൽ ഡാൻസ് കളിക്കുകയാണ്. കിരൺ ആണെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാതെ മാറി നിൽക്കുന്നു. അതേസമയം മോനിഷയാണെങ്കിൽ കിരണിനെ നോക്കിയിട്ട് ചിന്തിക്കുകയാണ്, ഇപ്പൊ ഇവൻ ഒറ്റയ്ക്കാണ്, ഈ സമയം ശരിക്കും മുതലാക്കണം, ഇവനെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്